ഹായ്, ഇത് ഞങ്ങളുടെ ആദ്യത്തെ വ്ളോഗാണ്. 7 മണി ഇപ്പോൾ കഴിഞ്ഞു കാണും. ഇന്ന് എന്നത്തേനെക്കാട്ടി താമസിച്ചാണ് എഴുന്നേറ്റ്. മോള് സ്കൂളിൽ പോകുന്നതിൻ്റെ രാവിലത്തെ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിന്ന് ഇതിനകത്ത് കാണിക്കുന്നത്. രാവിലെ കട്ടൻ കുടിക്കുന്ന പതിവുണ്ട്. ഇപ്പോൾ കാപ്പി ഉണ്ടാക്കാൻ പോവാം. അപ്പോഴത്തെ കിളിയുടെ സൗണ്ടൊക്കെ കേട്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ്. രാവിലെ ഇഡ്ഡലിയാണ് ഉണ്ടാക്കാമെന്ന് വെച്ച്, അതുകൊണ്ട് മാവ് നല്ലപോലെ പൊളിച്ച് പൊങ്ങിയിട്ടുണ്ട്. അതവിടെ ഇരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുഞ്ഞിന് കൊണ്ടുപോകാനുള്ള ചോറിൻ്റെ വെള്ളം ഗ്യാസിലോട്ട് വെക്കാം. അപ്പോഴത്തേക്കെൻ്റെ ചായ തിളച്ച് പഞ്ചാരയും തേയിലപ്പൊടി ഇട്ടു 2 കപ്പിലാക്കി. എനിക്കും ചേട്ടനും ഉള്ളതാണിത്. അപ്പോൾ പിന്നെ അരിയൊക്കെ എടുത്ത് വെള്ളത്തിലിടാമെന്ന് വെച്ച് അരി എടുത്ത് വെള്ളത്തിലിട്ട് ഗ്യാസിൽ വെള്ളം വെച്ചു. ഇനി കുറച്ച് നേരം തിളക്കട്ടെ. അപ്പോഴത്തേക്ക് ഞാൻ വെള്ളം കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് എല്ലാവരും ഉറക്കമാണ്. എല്ലാവരെയും നോക്കിയിട്ട് വന്നപ്പോഴത്തേക്ക് വെള്ളം തിളച്ചപ്പോൾ ഞാൻ അരിയിട്ട് പച്ചരി ചോറാണ് മോൾക്ക് സ്കൂളിൽ കൊടുത്തെടുത്ത്. അപ്പോൾ എളുപ്പം വേവുമല്ലോ, നമ്മൾ കുക്കറിലൊന്നും അടിക്കണ്ട. അതിൻ്റെ ഇത് എണ്ണ ഇങ്ങനെ ഒഴിക്കുന്നത്, വെളിച്ചെണ്ണ ഒഴിക്കുന്നത്, ഇത് ചോറ് കട്ട കെട്ടാതിരിക്കാൻ, ഇത് പെട്ടെന്ന് വേവും. അപ്പോഴത്തേക്കും ഞാൻ ഇഡ്ഡലിക്കുട്ടമൊക്കെ കഴുകാൻ പോയി, കഴുകി അത് മാറ്റി വെച്ച്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് പച്ചക്കറിയൊക്കെ എടുത്ത് അരിഞ്ഞ് ഉപ്പും മഞ്ഞളും ഇട്ട് വെച്ച്. ഈ വേസ്റ്റ് ഞങ്ങൾ കളയില്ല, ഇവിടെ ജൈവവളമായിട്ട് ഉപയോഗിക്കും. പിന്നെ അപ്പോഴത്തേക്ക് അരി വെന്ത് അടച്ചിട്ട് തൊമര കഴുകി പച്ചക്കറിയെല്ലാം എടുത്ത് അതിനകത്തിട്ട് ഉപ്പും മഞ്ഞളും ഇട്ട് ഗ്യാസിൽ വെച്ച്. ചോറ് തന്നെ കട്ടയൊന്നും കെട്ടാതെ നല്ലപോലെ തോത്തി വെച്ച്. അപ്പോഴത്തേക്ക് ഞാൻ ചമ്മന്തിക്കുള്ളത് അരയ്ക്കാത്ത വെച്ച്. ചമ്മന്തിക്ക് ഈ ഉണ്ടമുളക് വീട്ടിൽ ഉണ്ടായതാണേ. നമുക്ക് ഉണ്ടമുളകൊക്കെ വെച്ച് അരയ്ക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ഒരു മണം വല്ലാത്തൊരു മണം, ഇത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, കഴിച്ചവർക്കറിയാം. ഇത് മോൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള മുട്ട പൊരിക്കാൻ എടുത്ത് വെച്ചതാണ്. അന്നേരത്തെ 8 മണിയായി. മോളെ വിളിക്കണം. ഞാൻ വിളിക്കാനായിട്ട് പോയി. മക്കളെ വിളിച്ച്. മോളുടെ പേര് അമ്പുരു എന്നും മോൻ്റെ പേര് അബീന്നും. വിളിച്ച് എണ്ണിട്ടൊന്നും ഞാൻ തിരിച്ച് അടുക്കളയിലോട്ട്. അപ്പോൾ ഉണ്ട് ഒരാൾ എൻ്റെ പുറകിൽ ഇങ്ങനെ വന്ന്. ഇതാ എൻ്റെ മോനാ. എന്നിട്ട് ഹായ് ഒക്കെ പറഞ്ഞുണ്ടോ. അപ്പോൾ പിന്നെ ഞാൻ പാലൊക്കെ തിളപ്പിക്കാൻ വെച്ചു. മോളുടെ ചോറ് ചൂട് കയറാൻ ഞാൻ കൊണ്ടുവന്ന് വെച്ചിരുന്നു. അതൊക്കെ എടുത്ത് വെച്ച്. പിന്നെ ഇഡ്ഡലി സാമ്പാറും ചമ്മന്തിയൊക്കെ ആയിരുന്നു. അച്ഛനും മോക്കൊക്കെ എടുത്ത് വെച്ചു. അതെല്ലാവർക്കും കൊടുത്തു. ചായയൊക്കെ കൊടുത്തു. മോൾക്ക് കൊണ്ടുപോകാനുള്ളതെല്ലാം ബോക്സിലാക്കി. പിന്നെ മോളെ ഒരുക്കാൻ പോയി. മോളെ ഒരുക്കി. അതിൻ്റെ ഇടയ്ക്ക് ചീപ്പ് എടുത്തതിന് ഞാൻ മോനെ അടിച്ച്. അതിന് കരയുവാകുഞ്ഞ്. 2 വശവും തല പിന്നി കൊടുക്കണം. ബദനി, ഇവിടെ അടുത്ത് ബദനി സ്കൂളിലാണ് മോൾ പഠിക്കുന്നത്. പിന്നെ കരഞ്ഞു വേണ്ട മാറിക്കിടക്കുക. പിന്നെ സ്ലൈഡൊക്കെ കുത്തി എല്ലാം റെഡിയാക്കി ചന്ദനമൊക്കെ തൊട്ട്. അന്നേരത്തേക്ക് ഞാൻ റോസാപ്പൂ എന്നും വെച്ചുകൊണ്ട് പോകുന്ന ശീലമുണ്ട്. അതപ്പോൾ റോസാപ്പൂവൊക്കെ പിച്ചാൻ പോയി. റോസാപ്പൂവൊക്കെ പിച്ചി. അപ്പം ഞാൻ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചതാണ്. അപ്പോൾ എൻ്റെ പുറകിന് ചെറുക്കാപ്പിയും വന്ന്. ചെറുക്കാപ്പിയും കൂടെ ഇതെല്ലാം നോക്കിയൊക്കെ നിന്നപ്പോൾ പിന്നെ പുള്ളിക്കാരി വെളിയിലോട്ടൊക്കെ ഇറങ്ങിപ്പോയപ്പോൾ പുള്ളിക്കാരിയുടെ കൂടെ അങ്ങ് പോകാൻ തുടങ്ങി. അന്നേരം പോയി ഈ ഫ്രാഷൻ ബൂട്ടൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക, ഇതെന്ന് പിച്ചണം എന്നൊക്കെ എന്നോട് ചോദിച്ചുകൊണ്ട് നിൽക്കുക. അന്നേരത്തേക്ക് സ്കൂളിൽ പോയി. പിന്നെ അച്ഛനും മോളും കൂടെ സ്കൂളിൽ പോയി. ഇന്നിത്രയും